ഈ അൾത്താരയുടെ മുമ്പിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മ മാതാവിനും തിരുഗോപാലനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു ജിജോ. ഞാൻ ആരക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ, എൻ്റെ 2 മക്കൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. എൻ്റെ 4 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട് ഞങ്ങൾ 28 വർഷമായി അവിടെ താമസിക്കുന്നു. അതിൻ്റെ ആധാരം ഞങ്ങളുടെ പേരിലേട്ട് പഞ്ചായത്തിൽ നിന്നാക്കി കിട്ടിയിട്ടില്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ, ഉടമ്പടി എടുത്ത 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. അപ്പോൾ ഒരുപാട് പൈസ മുടക്കുണ്ടാവും, ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെ പറയാം. ചേട്ടൻ വന്നു, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ചേട്ടൻ പോയി. ഒട്ടും താമസമില്ലാതെ വെറും 35 രൂപയെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ആധാരം ഞങ്ങളുടെ പേരിലോട്ടാക്കി കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന്, ബൈക്കിൽ നിന്ന് ഒന്ന് വീണായിരുന്നു. ഇടത് സൈഡിൽ ഒരു ഇഞ്ചുറി പറ്റി. അപ്പോൾ ഒരു സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. പിന്നെ കൈ സ്ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടും സ്ട്രാപ്പിംഗ് ഊരിയെങ്കിലും ഹസ്ബൻഡിനെ കൈ പൊക്കാനോ അതിൽ നിന്ന് ഭാരം എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, ഒട്ടും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു 2 ആഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അപ്പോൾ അത് കുറഞ്ഞോളൂ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്കിന് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയതോറും ഇങ്ങനെ ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മാറിക്കോളൂ എന്ന് പറയുമ്പോൾ ആകെ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനെ ഹസ്ബൻഡിനെ കാഴ്ചവെച്ച് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ കയ്യിൽ അത് പരട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം കിട്ടി. ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല, അത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടി. പിന്നെ അടുത്തായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ NABHൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. ഞാനൊരു നേഴ്സാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നേഴ്സസിന് തന്നെയായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് എന്നും വഴക്കും ബഹളമായിരുന്നു. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് കുറച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നപ്പോഴും നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ആകെ സ്ട്രെസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് NABHൻ്റെ ഇൻസ്പെക്ഷൻ്റെ ദിവസം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് ഇൻസ്പെക്ഷൻ വരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ അത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കിട്ടണം, നമ്മുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഒരു ഫോൾട്ടും അവർ കണ്ടുപിടിക്കരുത്, ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഇൻസ്പെക്ഷന് വന്നപ്പോഴായാലും ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര 3-4 പേരൊക്കെ ഭയങ്കര ഇതിലാണ് വന്നത്, കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. പക്ഷേ അവർ വന്ന് അവിടെ ഇരുന്നു, ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിനെല്ലാം ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ വാർഡിലായാലും അവർ പോയപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം ബെറ്ററായിട്ട് തന്നെയാണ്, എസ്പെഷ്യലി നിങ്ങൾ നേഴ്സുമാർ നന്നായിട്ട് എഫിഷ്യൻറ്റ് നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആരെങ്കിലും പറയും, പക്ഷേ ഇത് മാതാവ് ശരിക്കും അനുഗ്രഹിച്ചത് തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ പത്രം മേടിച്ച്, ഞാൻ കൃപാസനം പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എനിക്കൊരു ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അഥവാ ഇനി അവർ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മേഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പോൾ തന്നെ ഞാൻ എനിക്കില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ തന്നെയാണ് അവർക്ക് ഫുഡൊന്നും മേടിക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ നിന്നായാലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കാറുണ്ട്.
എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി ചേർന്ന് നിൽക്കാനുള്ള ദൈവം എപ്പോഴും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴായാലും എനിക്ക് 2 വീലർ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, മാതാവി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേഗം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് കൊടുക്കും. അപ്പോൾ ശരിക്കും മാതാവ് മാറ്റി വിട്ട പോലെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കും മാതാവിനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ, മഴവില്ലൊക്കെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 5:20 മാതാവ് ഇങ്ങനെ ഒരു നീലയും പച്ചയും നിറത്തിലുള്ള മഴവില്ല രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിന്നണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മിന്നി വന്നു. എന്നിട്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ മാതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലായിരുന്നു. മാതാവ് നല്ല ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് 5:25 സമയം. അപ്പോൾ നമ്മുടെ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ വേഗം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് കൃപാസനത്തിലുള്ള മാതാവല്ലല്ലോ, ഇത് ഏത് മാതാവായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 1 മാസം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലിരിക്കണ മാതാവിൻ്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച മാതാവിനെയാണ് ഞാൻ കണ്ടത്. അതേ രൂപം തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് വരാത്തതുകൊണ്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് പറ്റുന്ന കാലത്തോളം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊടുക്കാനും മാതാവിൻ്റെ അടുത്ത് വരാനും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. 1 മാസം വരാതിരുന്നാൽ തന്നെ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എങ്ങനെയായാലും ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ മാതാവ് വരും. നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും. പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്കൊന്നും മാതാവ് വരുത്തിക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാവും, അയ്യോ മാതാവിന് അത് വിഷമാവുമല്ലോ, അപ്പം സോറി പറയണമെന്ന്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ദേഷ്യപ്പെടും പെട്ടെന്ന്. ഞാനൊരു സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാലോ എന്ന് ഞാൻ സോറി ഇട്ടോടിയെന്ന് ഞാൻ ചെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അഞ്ജു ജിജോ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇപ്പോൾ ഇവരേറ്റു പറഞ്ഞത്. നമുക്കറിയാം, ഉടമ്പടി ഒരു ഉടൻ പരിഹാരം നൽകുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജോസഫ് അച്ഛനോട് സന്ദേശം കൈമാറിയത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നെഞ്ചിലൊരു സമയഘടികാരമായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്നാണ്. അഞ്ജു പറയുകയായിരുന്നു, 15 വർഷമായി അവരുടെ വീടിൻ്റെ ഒരു പോക്കുവരവ് പ്രമാണം അവർക്ക് ലഭിക്കാതെ വളരെയധികം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും സാധിക്കാതെ ഇരുന്ന ഒരു വലിയ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ നിബന്ധനകൾ ഒന്ന് തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ യോഗ്യതയിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങളുടെ യോഗ്യത എപ്പോഴാണ് 0 ആകുന്നത്, അപ്പോഴാണ് എൻ്റെ മകൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നത് എന്ന് പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പോക്കുവരവ് പ്രമാണം വളരെ പെട്ടെന്നായിരുന്നു അവർക്ക് പ്രാപിച്ചു കിട്ടിയത്. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയപ്പോൾ അവിടെ ഏതെല്ലാം ഓഫീസുകളിൽ കയറിയിറങ്ങിയോ അവിടെയെല്ലാം ഉള്ള ഓഫീസേഴ്സിനെയും ജീവനക്കാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ തന്നെ അവരോടുകൂടെ കൂടി ചെന്ന് അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി അവരുടെ കാശുരൂപം എപ്പോഴും കൈപിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുകൂടെയാണ് അവർ എപ്പോഴും ഓഫീസുകളിലേക്ക് കയറിയിറങ്ങിയിരുന്നത്. അവർക്ക് വളരെ പെട്ടെന്ന് ആ പ്രമാണം കയ്യിൽ ഏറ്റെടുക്കാനുള്ള കൃപ അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ജിജോ ഹസ്ബൻഡിനെ
ഒരു വലിയ വീഴ്ചയിലൂടെ കൈ പൊങ്ങാത്ത ഒരവസ്ഥ. എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെസ്റ്റ് ചെയ്യുക, അടുത്ത ആഴ്ച വരിക, 2 ആഴ്ച കഴിഞ്ഞ് വരിക. പക്ഷേ ഇവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി, എനിക്കുള്ള ആൻറ്റിബയോട്ടിക് ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ, തൈലവും വിശുദ്ധ ഉപ്പും തേനുമെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ബ്രെഡിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും മകളെ പഠിപ്പിക്കുകയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ഏതെല്ലാം ബലഹീനതകളിലാണോ, നിൻ്റെ ഏതെല്ലാം കഴിവ് കുറവുകളിലാണോ അവിടെയെല്ലാം എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി എന്ന് ധൈര്യം നൽകിക്കൊണ്ടാണ് ഈ മകളുടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ഇൻസ്പെക്ഷന് വളരെ ധൈര്യം നൽകിക്കൊണ്ട് ആ ഇൻസ്പെക്ഷന് ശേഷം അവിടെയുള്ള എല്ലാ നഴ്സസും വളരെ എഫിഷ്യൻ്റാണ്, വളരെ കേപ്പബിളാണ് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ അവർക്ക് ലഭിച്ചതും അവർക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു. ഈശോ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5:19 തിരുവചനം പറയുന്നത് പോലെ, നിങ്ങൾ ഈ പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. നമ്മെ വലിയവരാക്കുന്ന ഒരു ഉടമ്പടി പ്രാർത്ഥനയാണിത്. ഈശോയുടെ ആ കൽപ്പനകൾ, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം നാം കൃത്യമായി പാലിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം സ്വർഗരാജ്യത്തിൽ നമ്മെ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൽ വലിയവനാകാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യതയിൽ പ്രവേശിക്കാനാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത്. നമ്മുടെ താൽക്കാലികമായ വീട്, വിവാഹം, കുഞ്ഞ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലല്ല, ഇതോടുകൂടി ഈശോ നമ്മെ അടുപ്പിക്കുന്നത്, നമ്മെ എത്തിക്കുന്നത് നിത്യതയിലേക്കാണ്. നമുക്കെപ്പോഴും ഈശോയുടെ ആ ബ്രാൻഡ് ചെയ്യപ്പെട്ട നാമം നമുക്കുണ്ടായിരിക്കാൻ വേണ്ടി ഈശോ നമ്മെ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകനെ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് ധൂർത്തുപുത്രൻ്റെ പിതാവ് മൂത്ത മകനോട് പറയുന്നത്, എൻ്റെ മകനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈശോ നമ്മെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിളിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അഞ്ജുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.